ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മുടെ പല സ്കൂളുകളിലും ഗുരുപൂർണിമ ആഘോഷം നടന്നു. അപ്പം ഗുരുക്കന്മാരെ അതിൻ്റെ ഭാഗമായിട്ട് ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങ്, അതായത് അവരുടെ കാല് കഴുകി പൂടുക, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നു. അപ്പം അതിനെതിരായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ പേജിലടക്കം അതിനെ എതിർത്തുകൊണ്ട് പല പോസ്റ്റുകളും വന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ അധ്യാപകരെ ഒന്ന് ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണ്. 16-17 വയസ്സ് മാക്സിമം ഉള്ള കുഞ്ഞുങ്ങൾ മുത്തശ്ശിയുടെ പ്രായമുള്ള അധ്യാപകരുടെ കാല് കഴുകി ഒന്ന് പൂവിടുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ? നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗുരുവാണ് പറയുന്നത്, കബീർദാസ് അദ്ദേഹത്തിൻ്റെ ദോഹയിൽ പറയുന്നത്, ഗുരുവാണ് പറയുന്നത് ഇതാണ് ദൈവം. ദൈവം മുന്നിൽ വന്ന് നിന്നാൽ, വിശ്വാസമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവമുണ്ട്, അല്ലെങ്കിൽ എന്തും ഫേസ് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ആൾക്കാരാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ പറയാം, എൻ്റെ മിസ് ഇങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, എൻ്റെ മിസ് പറഞ്ഞതാണ് കറക്റ്റ്, അമ്മ പറയുന്നത് കറക്റ്റല്ല, മിസ് പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ അധ്യാപകരെ അവർക്ക് അത്ര വിശ്വാസമാണ്, അത്ര സ്നേഹമാണ് അധ്യാപകരോട് അവർക്ക്. അപ്പം ഇതൊക്കെ പിന്നെ എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാവുന്നത്? അധ്യാപകർക്കെതിരെ തിരിയാൻ എപ്പോഴാണ് ഇവർ ശീലിക്കുന്നത്? അപ്പോൾ അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മൾ മുതിർന്നവരല്ലേ? അധ്യാപകർക്കെതിരെ തിരിയാൻ, അല്ലെ അവർക്കെതിരെ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നത് നമ്മൾ മാതാപിതാക്കളാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പലിനെ ഓഫീസ് റൂമിലോട്ട് പൂട്ടുക, അധ്യാപികയ്ക്ക് കുഴിമാടം ഉണ്ടാക്കുക, ജീവിച്ചിരിക്കുന്ന അധ്യാപികയ്ക്ക് കുഴിമാടം വെച്ച് റീത്തൊക്കെ വെക്കുക, അതുപോലെ തന്നെ അധ്യാപകരെ ചീത്ത വിളിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത്? അധ്യാപകരും വിദ്യാർത്ഥികളും, നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് എന്തൊരു ബഹുമാനമായിരുന്നു അധ്യാപകരോട്, എന്തൊരു ഊഷ്മളമായ ബന്ധമായിരുന്നു. ബഹുമാനം ഉണ്ടെങ്കിലും അതേപോലെ സ്നേഹമുണ്ട്. അധ്യാപകർക്ക് തിരിച്ചുണ്ട്. നമുക്കൊരു ദോഷം വരണമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം അത് സോൾവ് ചെയ്യാൻ നമ്മളോട് ഏറ്റവും അധികം നിന്നിട്ടുള്ളത് നമ്മുടെ അധ്യാപകർ തന്നെയാണ്. അതിനെ ഒരു പോംവഴി പറഞ്ഞു തരാനുള്ള കെൽപ്പുള്ള ആൾക്കാരായിരുന്നു അവർ. പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് പേടിയാണ്, എന്താണ് കുഞ്ഞുങ്ങളോട് പറയാവുന്നത്, എന്താണ് പറയാൻ വയ്യാത്തത് എന്നുള്ളൊരു പേടിയിലാണ് അധ്യാപകർ നടക്കുന്നത്. ഒരു അധ്യാപിക ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് പകരം നമ്മൾ അവരെ ഒന്ന് സ്നേഹിച്ച് നോക്കൂ, തീർച്ചയായിട്ടും അവർ നമ്മളെയും സ്നേഹിക്കും. പക്ഷെ അതിന് മറ്റുള്ളവരെ അതിൻ്റെ ഇടയിൽ കയറാൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അധ്യാപകരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം, മുതിർന്നവരെ സ്നേഹിക്കണം. അതുപോലെ നമ്മുടെ ഇളയ ആൾക്കാരോട്, നമ്മളെക്കാളിലെ ഇളയ ആൾക്കാരോട് അവരോട് കരുണ കാണിക്കണം, അവരോട് ആർദ്രത കാണിക്കണം. അപ്പം ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെയാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കൊലയും വെട്ടും അതൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അതൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഒരു കുട്ടിയെങ്കിലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒഴിവാക്കുക. അല്ലാതെ താല്പര്യത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമെന്നേ പറയാൻ പറ്റൂ.